റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുന്ന ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. മാമി തിരോധാന കേസിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച്. മാമിയുടെ മുൻ മാനേജർ KP സോമസുന്ദരത്തിന്റെ മൊഴിയെടുത്തു. മാമിയെ കാണാതായി 1 മാസത്തിന് ശേഷം സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെന്റ് അന്വേഷിച്ച് ആളുകളെത്തി. മാമി ഇല്ലാത്തതിനാൽ ഈ കാര്യത്തിൽ സഹായിക്കാനാകില്ല എന്നും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയ സാക്ഷി റിപ്പോർട്ടറിനോട് പറഞ്ഞു. മാമി സുഹൃത്തിനയച്ച അവസാന മൊബൈൽ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു. കേരള പോലീസിനെ സംബന്ധിച്ചോളം ഇപ്പോൾ എനിക്ക് സംശയം ഒരു മിസ്സിങ്ങിൻ്റെ 4ാമത്തെ കേസായിരിക്കുന്നു. ഒന്ന് നമ്മളെ ഫസ്റ്റിലെ സുകുമാരക്കുറുപ്പ്, 2ാമത് ചേകന്നൂർ മൗലവി, 3ാമത് ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് പോയ ജൻസ്ന, 4ാമത് മാമി. ചില ബിൽഡിങ്ങുകളൊക്കെ എടുത്ത കാര്യങ്ങൾ എന്നോട് പറയും, ചില കച്ചവടം നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയും. അതിൽ KTCൻ്റെ സ്ഥലം കച്ചവടം ചെയ്തത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. കാരണം അതിൻ്റെ ആളുകൾ എൻ്റെ വീട്ടിൽ അതിൻ്റെ എഗ്രിമെൻറ്റ് എവിടെയാണെന്നുള്ള അറിയുമെന്ന് ചോദിച്ച് വന്നിരുന്നു. വാങ്ങിയ ആളുകൾ അത് മറ്റേ അയ്യോബിൻ്റെ ബിൽഡിങ്ങൊക്കെ കച്ചവടം ചെയ്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് സമയത്തായിരുന്നു അത്? ഏകദേശം അദ്ദേഹം മിസ്സായിട്ട് ഏകദേശം ഒരു മാസം, ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ് വന്നത്. കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല, ഒരു മാസത്തിനുള്ളിൽ തന്നെ വന്നു. അത് കച്ചവടം രജിസ്റ്റർ കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് ആവും, അതൊരു എഗ്രിമെൻ്റ് ഉണ്ടാവും. ആ എഗ്രിമെൻ്റ് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എഗ്രിമെൻ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല, പ്രത്യേകിച്ച് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ സൊമാറ്റോ വെച്ചു. ഞാൻ പറഞ്ഞു മാമി എന്നെ നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ മാമിയെ വിളിക്കുകയോ ചെയ്തിട്ട് മാമിയുടെ സമ്മതപ്രകാരമാണ് ഇപ്പം മാമി മിസ്സിംഗ് ആണ്. അത്ര കാര്യത്തിൽ ഒരു സഹായം എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ ഡ്രൈവറാണോ അവരെ കൂട്ടി വന്നിട്ടുള്ളത്? എൻ്റെ വീട്ടിൽ വന്ന് ഡ്രൈവറാണ് വന്നത്. എവിടെയുള്ള കച്ചവടക്കാരാണ് അവർ? ഒരാൾ തിരൂരുള്ള അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാൾ പുളിക്കൽ, മറ്റൊരു മലപ്പുറത്താണെന്ന് പറഞ്ഞു. ഞാൻ ഒരാൾ പേര് അവരെന്നോട് പറഞ്ഞു, വിനോജും, പിന്നെ ഒരു അഷ്റഫ് പുളിക്കലാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർ പറയും ചെയ്തു ഞങ്ങൾ ഈ ബിസിനസ്സിൽ മാമിക്ക് 10% ഷെയറും കൊടുക്കുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. അവർ പോയി. ആ എഗ്രിമെൻറ്റ് മാമിയുടെ കയ്യിലായിരുന്നോ? അഗ്രിമെൻറ്റ് മാമീൻ്റെ കയ്യിലാണ്. അവർ ചോദിച്ചിരുന്നു, അവർ മാമീൻ്റെ കയ്യിലായിരിക്കും, മാമീനെ എവിടെയും വെച്ചിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്കറിയാമെന്ന് കരുതിയാണ് അവർ നിങ്ങളെടുത്ത് വന്നത്? അല്ലെങ്കിൽ മാമി അധികം എന്നോട് കാര്യങ്ങളൊക്കെ പറയുന്നതിനെ കൊണ്ട് അവർ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ അടുത്ത് വന്നാൽ കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം മാമി മിസ്സായ അവസരത്തിൽ ഇനിയിപ്പം എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും ഞാൻ തരാൻ തയ്യാറുള്ളതാണ്. കാരണം മാമി പറയാതെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. മാമീനെ ഒരിക്കലും തന്നെ ഒരാൾക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. കാരണം മാമി എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ വല്ല അഗ്രഗണ്യനാണ്. അദ്ദേഹം ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തരണം ചെയ്യും. ഇനിയിപ്പോൾ ആരെയും ഒന്നിൽ കൂടുതൽ ആളുകളിട്ട് അദ്ദേഹത്തിന് തട്ടിക്കൊണ്ടായതാണ് ഇപ്പോഴും അദ്ദേഹം അവർക്കാർക്കെങ്കിലും വലിയൊരു പൈസ ഓഫർ ചെയ്തിട്ട് അദ്ദേഹം പുറത്തേക്ക് വരും. അപ്പം മാമീനെ സംബന്ധിച്ചുള്ള എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും നിഗൂഢമായി തീരുകയാണ്. ആ തിരോധാനത്തിൻ്റെ ചുരുളഴിക്കേണ്ട പൂർണ്ണ കടമ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കാണ്. അപ്പോൾ എൻ്റെ പരിപൂർണ്ണ വിശ്വാസം അയാളെ വിളിച്ചതിൽ മാമിക്ക് നല്ല പരിചയമുള്ള ഒരാളെ കൂടുതലുണ്ടെന്നുള്ള, അതായത് മാമി മടങ്ങി വരാം എന്ന പ്രതീക്ഷയിലാണ് മാമി പോണത്. ഇത് വേണ്ടത് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ATM കാർഡും പേഴ്സൊക്കെ അതിൻ്റെ അകത്തുണ്ട്. കൂടാതെ കാറിൻ്റെ ചാവി അദ്ദേഹം കൊണ്ടുവയ്ക്കുന്നു. പക്ഷേ ഒരിക്കലും തന്നെ അദ്ദേഹം കാറിൻ്റെ ചാവി കൊണ്ടുപോകാറില്ല. കാരണം അദ്ദേഹത്തിന് മറന്നു പോകും. പല സമയങ്ങളിൽ ഞങ്ങൾ വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഇനി 4 ചാവി ഉണ്ടാക്കണമെന്ന് ചോദിക്കും. കാരണം ഇപ്പോൾ പോയാൽ മറ്റൊന്നുണ്ടാവില്ലോ. അത് മറ്റേ അദ്ദേഹം പോകണില്ല, അവിടെ വെക്കും. സെക്യൂരിറ്റി അടുത്ത് ഏൽപ്പിച്ച് പോവുക. അപ്പോൾ മടങ്ങി വരാമെന്നുള്ള പ്രതീക്ഷയാണ് എന്നത് ഒരൊറ്റ കേസാണ്. അപ്പോൾ ഞാൻ രജിനോട് ചോദിച്ചു, രജി ഇതെന്താണ് വിജയല്ലേ അവസാനം ആളെ കണ്ട് അപ്പോൾ മാമീൻ്റെ ബോഡി ലാംഗ്വേജിലോ അല്ലെങ്കിൽ വല്ല വിഷമങ്ങളോ കാര്യമുണ്ട്? അപ്പോൾ പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഓഫീസ് പൂട്ടി താഴത്ത് വന്നു. അപ്പോൾ മാമി കാറിൽ വന്നിട്ട് ചാവി അതിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു വണ്ടി ഒന്ന് റേക്കിലേക്ക് വെക്കാൻ പറഞ്ഞു. അവൻ ആ ചാവി അയാളുടെ അടുത്ത് കൊടുത്ത് പോയി എന്നാണ് പറയുന്നത്. അപ്പം എന്നെ ചോദിച്ച ദിവസത്തേക്ക് അവർ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരതിനെ പറ്റിയിട്ട് നല്ല രീതിയിലാണ് അന്വേഷണം എന്നാണ് ഇപ്പം എൻ്റെ വിശ്വാസം. ഇനി അതെന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. 2 അന്വേഷണം നമ്മുടെ മുന്നിൽ പരാജയപ്പെട്ടതിനെ കൊണ്ട് 3ാമത്തെ അന്വേഷണം പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രതികളെ പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു സൂചന കിട്ടുകയോ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ ഈ അന്വേഷണത്തിൽ നമുക്ക് എന്നെപ്പോലുള്ള ആളുകൾക്ക് തൃപ്തി വരുള്ളൂ. മാമി ഇത്ര കാലം കാണാത്തതിൻ്റെ അവസ്ഥയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നത് ഉറപ്പറ്റിയാണ്. മാമി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാമി സ്വയം മാറിയിട്ടില്ല. സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അയാൾക്ക് തന്നെ തരണം ചെയ്യാനുള്ള എല്ലാ കഴിവുണ്ട്. ഈ എഗ്രിമെൻറ്റ് ചോദിക്കാൻ വന്ന കാര്യമൊക്കെ അന്വേഷണ സംഘത്തിന് അറിയായിരുന്നു. അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. രാകേഷ് MM ആണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം എത്തുന്നത്. രാകേഷ്, ഈ വാർത്തയിൽ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അതായത് കാണാതായതിനു ശേഷമുള്ള ഇടപാടുകൾ, ആ ഇടപാടുകൾക്കായി വന്ന ആളുകൾ അവർ പറഞ്ഞത് എന്താണ് എന്നതടക്കം ഇപ്പോൾ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേസിലെ തന്നെ പ്രധാന സാക്ഷിയാകാൻ പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് മൊഴിയെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്?
17 വർഷത്തോളമായി സുജയ ഈ മാമിയുടെ കൂടെ മാനേജറായിരുന്ന കക്ഷി KP സോമസുന്ദരൻ്റെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്താണ് അദ്ദേഹത്തെ കാണാതായതിനു ശേഷം ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഡ്രൈവർക്കൊപ്പം തന്നെ സമീപിച്ചിരുന്നു. ഇതിൽ എഗ്രിമെൻ്റാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ സ്ഥലക്കച്ചവടത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. പക്ഷേ എഗ്രിമെൻ്റ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ എഗ്രിമെൻ്റ് എടുക്കാൻ സഹായിക്കുമോ എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ മാമി ഇല്ലാത്ത സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ്, മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ മാമിയുടെ അടുത്ത് മാമിയുടെ ഈ എഗ്രിമെൻ്റ് ആവശ്യപ്പെട്ട് കൊണ്ടുവരുന്നത്. എന്നാൽ ഈ എഗ്രിമെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ മാമി ഇല്ലാത്ത സാഹചര്യത്തിൽ സഹായിക്കാനാവില്ല എന്നുള്ളതാണ് സോമസുന്ദരൻ ഇവരോട് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മാമിയുടെ കാണാതാകലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം തീർത്തും നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ കേട്ടുകഴിഞ്ഞു. അദ്ദേഹം കാറിൻ്റെ ചാവി ആരുടെയെങ്കിലും അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇദ്ദേഹവുമായി അടുപ്പമുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ടായിരിക്കും പോവുക. പക്ഷേ അങ്ങനെയല്ല പോയിട്ടുള്ളത്. ഒപ്പം തന്നെ പേഴ്സും ATM കാർഡും കാറിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ആരോ ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അത് കൃത്യമായി മാമിയെ അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. തിരിച്ചു വരുമെന്നുള്ള ഒരു സൂചനകളാണ് 17 വർഷത്തോളമായി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ഒരാളെന്നുള്ള രൂപത്തിൽ KP സോമസുന്ദരൻ ഉറപ്പിച്ചു പറയുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അതായത് മാമിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ പോലും അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ച് തിരിച്ചു വരാനാകുന്ന ഒരാളാണ് മാമി. അതായത് പരിചയമുള്ള ആളുകൾക്കൊപ്പമായിരുന്നു മാമിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് നമ്മൾ പറയുമ്പോഴും മാമി കൂടെ പോയത് തനിക്കറിയാവുന്ന ആളുകൾക്കൊപ്പമാണ്. പിന്നീട് മാമിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ അവരാണ് ഉത്തരം പറയേണ്ടത്. മാമിയെ നേരിട്ടറിയാവുന്ന, മാമിയുടെ കാര്യങ്ങൾ ചെയ്യുന്നത് സോമസുന്ദരം അടക്കമുള്ള ആളുകളാണ് എന്ന് അറിയാവുന്ന ആളുകൾക്കൊപ്പമായിരുന്നു മാമി അപ്പോൾ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അത്തരം ചില സൂചനകളാണ്. മാമിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിന് പിറകിലുണ്ടാകുമെന്നുള്ളൊരു സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം കൂടെയുണ്ട്. 2023 ഓഗസ്റ്റ് 21 വൈകുന്നേരം മുതലാണ് മാമിയെ കാണാതാകുന്നത്. ഇതിനുശേഷം മാമി ഫോൺ ചെയ്തിട്ടുള്ളത് ഈ ഡ്രൈവർ രജിത് കുമാറിനെയാണ്. അതിനുശേഷം അദ്ദേഹം അയച്ച SMS ആണ്, ഭാര്യയ്ക്ക് അയച്ച SMS ആണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ പിന്നീട് ഫോൺ ഓണായതിനു ശേഷം അവസാനം അയച്ച ഒരു SMS എന്ന് പറയുന്നത് ഈ SMS ആണ്. അതായത് ഇദ്ദേഹത്തെ കാണാനില്ല, സുഹൃത്തുക്കളെല്ലാം തന്നെ എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട്. ഈ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഫോൺ ഓണാകുന്നു. ഒപ്പം തന്നെ ഡ്രൈവർ രജിത് കുമാറിന് ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനെ സംബന്ധിച്ച് സംസാരിക്കാൻ കോൾ വരുന്നു. ആ കോളിന് ശേഷം 1:34 ഒരു SMS വരുന്നു. ഈ SMS-ലാണ് കോൾ അൻവർ എന്നുണ്ട്. ഈ അൻവർ ആരാണെന്ന് നമ്മൾ അന്വേഷിച്ച സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്. ഭാര്യയോടാണ് എവിടെയാണ് നിങ്ങൾ ഫോൺ എടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് കോൾ അൻവർ അർജൻറ്റ് എന്ന് പറയുന്നത്. ഇത് വാട്സപ്പിലല്ല SMS ആണ് അയച്ചത്. ആ സംശയവും ഈ KP സോമസുന്ദരൻ നമ്മളോട് ഉന്നയിക്കുന്നുണ്ട്. അതായത് SMS ആയിട്ട് അങ്ങനെ അയക്കുന്നൊരു പതിവില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു SMS വന്നത്? ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തിൽ നിന്നും വ്യത്യസ്തമായി, അതായത് നേരത്തെ 2 അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. ഈ അന്വേഷണ സംഘം KP സോമസുന്ദരനെയും മൊഴിയെടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ വിശ്വാസമുണ്ടായിരുന്നെങ്കിലും ആ അന്വേഷണം എവിടെയും എത്തിയില്ല. നഗരമധ്യത്തിൽ നിന്നാണ് ഇദ്ദേഹത്തെ ഓഗസ്റ്റ് 21 2023 കാണാതെയാകുന്നത്. ഒരു CCTV-യിലും ഇദ്ദേഹം പതിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ടവർ ഡംപ് പരിശോധിച്ചിരുന്നു. അത്തരത്തിലുള്ള യാതൊരു രേഖകളും കിട്ടിയിട്ടില്ല. തലക്കുളത്തൂരിലെ ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും എവിടെ എത്തിയില്ല. ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തുൾപ്പെടെ അന്വേഷണം നടന്നിരുന്നു. ഈ അന്വേഷണങ്ങളൊന്നും എവിടെയും എത്താത്ത ഘട്ടത്തിൽ ആദ്യം തൊട്ട്, അതായത് ഈ കേസിലെ മുഴുവൻ സാക്ഷികളെയും നേരിട്ട് കണ്ട് ചോദ്യം ചെയ്യുന്ന പ്രക്രിയയാണ് ഈ അന്വേഷിച്ച് വന്നവരിലേക്ക് അടക്കം അന്വേഷണം പോകേണ്ടതുണ്ട്. അതിൽ ഇപ്പോൾ സോമസുന്ദരത്തിന്റെ വാക്കുകൾ വളരെ നിർണായകമായി മാറുന്നു. ബിഗ് എക്സ്ക്ലൂസീവ് ആണ് നമ്മുടെ പ്രതിനിധി MM രാകേഷ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ മാമിയെ അറിയാവുന്ന ആളുകൾ തന്നെയാണോ എന്ന സംശയം ബലപ്പെടുകയാണ് ഈ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ.